അപ്പോൾ ഈ രസം ഉണ്ടാക്കാനായി ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ തല്ലിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്നും കൂടെ ചതച്ച് കൊടുക്കുക കേട്ടോ. ഈ തല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടൊമാറ്റോയാണ് നമുക്ക് വേണ്ടത്. അത് ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കുക. അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി മാറ്റി വെക്കണം. ഒരു കടായിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വിടാകുമ്പോൾ കടുകിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്നതും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കൈ കൊണ്ട് ഞെരടി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പുളിവെള്ളവും കൂടെ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലും ആവശ്യത്തിന് വെള്ളവും പുളിവെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് വേണം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മല്ലിയിലയും ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു അടിപൊളി രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.